മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സഭ ഒരു വർഷത്തിലെ ഓരോ മാസത്തെയും പ്രത്യേകമായ ഭക്തിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ജനുവരി മാസത്തെ സഭ സമർപ്പിച്ചിരിക്കുന്നത് യേശുനാമത്തിനാണ്, യേശുനാമ ഭക്തിക്കാണ്. ഫെബ്രുവരി മാസത്തെ പ്രത്യേകമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് ഹോളി ഫാമിലിയുടെ തിരുക്കുടുംബത്തിൻ്റെ ഭക്തിയാണ്. മാർച്ച് മാസം വിശുദ്ധ ഔസേപ്പ് പിതാവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. ഏപ്രിൽ മാസം പരിശുദ്ധ കുർബാനയ്ക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. മെയ് മാസം പരിശുദ്ധ അമ്മയുടെ മാസമാണ്. ജൂൺ മാസം തിരുഹൃദയത്തിൻ്റെ മാസമാണ്. ജൂലൈ മാസം പരിശുദ്ധ തിരുരക്തത്തിൻ്റെ മാസമാണ്. ഓഗസ്റ്റ് മാസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. സെപ്റ്റംബർ മാസം പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെ പ്രത്യേകമായി ധ്യാനിക്കാനുള്ള മാസമാണ്. ഒക്ടോബർ മാസം ജപമാല ഭക്തിയുടെ മാസമാണ്. നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള മാസമാണ്. ഡിസംബർ മാസം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. അങ്ങനെ ഈ 12 മാസങ്ങൾ ഓരോ മാസവും പ്രത്യേകമായ ഭക്തിക്ക് വേണ്ടി സഭ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ജനുവരി മാസം യേശുനാമത്തിൻ്റെ മാസമാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഈ യേശുനാമത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ദൈവപുത്രനായി ഈ ഭൂമിയിൽ പിറന്ന മനുഷ്യന് സ്വർഗം തന്നെ നിർദ്ദേശിച്ച പേരാണ് യേശു എന്ന പേര്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന് പ്രത്യക്ഷപ്പെടുന്ന ദൂതൻ യൗസേപ്പ് പിതാവിനോട് പറയുന്നു, ജനിക്കാനിരിക്കുന്ന ആ ശിശുവിന് യേശു എന്ന് പേരിടണം. ലൂക്കായുടെ സുവിശേഷത്തിലും ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൂതൻ പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങളാണ്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സ്വർഗം നിർദ്ദേശിച്ച പേരാണ്, ദൈവം തന്നെ നിർദ്ദേശിച്ച കണ്ടുപിടിച്ച പേരാണ് യേശു എന്ന പേര്. ഈ യേശുനാമം 2 പ്രത്യേകമായ ഹീബ്രു പദങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാമമാണ്. അതൊന്ന് യഹോവ എന്ന ദൈവത്തിൻ്റെ പേരിൽ നിന്നാണ് യേശുനാമമുണ്ടാകുന്നത്. ഞാൻ ആയിരിക്കുന്നവനാകുന്നു, ഞാനാകുന്നു എന്ന ആ ദൈവനാമം, യഹോവ എന്ന് പറയുന്ന ആ ദൈവനാമം, യഹോവ എന്ന ശബ്ദത്തിൻ്റെ ആദ്യത്തെ ഭാഗമായ ജഹോ എന്ന വാക്കും രക്ഷിക്കുക എന്നർത്ഥമുള്ള ഹീബ്രു പദമായ ഷുവ എന്ന വാക്കിൻ്റെ ആദ്യ ഭാഗമായ ഷു എന്ന ആ ശബ്ദവും കൂട്ടിയിട്ടാണ്, ഷുവ എന്ന ആ ശബ്ദവും കൂട്ടിയിട്ടാണ് ജോഷുവ അല്ലെങ്കിൽ ജഹോവ ഷുവ, ജേഷു എന്ന ശബ്ദം നമുക്ക് ലഭിക്കുന്നത്. ജെ യഹോവയുടെ ജഹു അല്ലെങ്കിൽ ജെ ഷുവയുടെ ഷു, ജേഷു. ആ ശബ്ദമാണ് പിന്നീട് ജേസസ് ആയിട്ടും യേശുവായിട്ടും നമ്മൾ വിളിക്കുന്നത് പോലെ ഈശോയായിട്ടുമൊക്കെ മാറുന്നത്. അപ്പം അതിൻ്റെ മൂല ശബ്ദം എന്ന് പറയുന്നത് യഹോവ ഷുവ, ദൈവം രക്ഷിക്കുന്നു എന്ന 2 പദങ്ങളാണ്. അപ്പോൾ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ദൈവം രക്ഷിക്കുന്നു എന്നതാണ്. ദൈവം രക്ഷിക്കുന്നവനാണ്, ദൈവം രക്ഷിക്കുന്നു.
ഇനി യേശു തന്നെ യേശുനാമത്തിൻ്റെ ഒരു പ്രചാരകനായിരുന്നു. യേശുനാമം ഈശോ പ്രചരിപ്പിച്ചത് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അത് ഈശോയുടെ ഒരാഗ്രഹമാണ്, നമ്മൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കണമെന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 13 തിരുവചനം, 13, 14 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഈശോ പറയുകയാണ് ശിഷ്യന്മാരോട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഈശോയുടെ ഒരു വാഗ്ദാനമാണ്, അതുപോലെ ഈശോയുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ യേശുനാമത്തിൽ ചോദിക്കണം. ഈശോ പറയുകയാണ്, ഇനി യേശുനാമത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്തു തരും എന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശുനാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ അത് ആവർത്തിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം 23 തിരുവചനം, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഈശോയുടെ മനസ്സിൽ അതുണ്ടായിരുന്നു. ഈശോ ആവർത്തിച്ച് പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം. രണ്ടാമതായി ഈശോ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ നാമത്തിലാണ് നിങ്ങൾ ഒരുമിച്ച് കൂടേണ്ടത്. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 20 തിരുവചനം ഈശോ പറയുകയാണ് ശിഷ്യന്മാരോട്, എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഈശോ ഒരു പ്രോമിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നതെങ്കിലും, അത് പറയുന്നതെങ്കിലും ഈശോ പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് കൂടേണ്ടത് എൻ്റെ നാമത്തിലാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അപ്പോൾ ഈശോ തൻ്റെ നാമത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുക. മൂന്നാമതായി ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ വേണം പ്രവർത്തിക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതെൻ്റെ നാമത്തിൽ ചെയ്യണം. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 17 തിരുവചനം, മർക്കോസ് 16:17, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അതായത് നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ അതെൻ്റെ നാമത്തിൽ ചെയ്യണം. നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ അതെൻ്റെ നാമത്തിൽ ചെയ്യണം. ഈശോ അതാഗ്രഹിക്കുന്നു. അപ്പോൾ യേശുനാമ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്, യേശുനാമത്തിൽ ഒരുമിച്ച് കൂടണമെന്ന്, യേശുനാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന്, യേശുനാമത്തിൽ പ്രവർത്തിക്കണമെന്ന് ഈശോ തന്നെ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവർ, ഈശോയുടെ മനസ്സറിഞ്ഞ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതും പഠിപ്പിച്ചതും പ്രസംഗിച്ചതും എല്ലാം യേശുനാമത്തിലായിരുന്നു. നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4 അധ്യായം 18 തിരുവചനത്തിൽ അപ്പോസ്തലന്മാരെ പത്രോസിനെയും യോഹന്നാനെയും യഹൂദ പ്രമാണികൾ ബന്ധിച്ചതിന് ശേഷം, അവരെ പ്രഹരിപ്പിച്ചതിന് ശേഷമൊക്കെ അവരോട് പറയുകയാണ്, അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? അവർ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്, അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് യേശുവിൻ്റെ നാമത്തിലായിരുന്നു. അവരുടെ സംസാരങ്ങൾ, പ്രസംഗങ്ങൾ, പ്രാർത്ഥനകളെല്ലാം, ഒരുമിച്ച് കൂടലുകൾ യേശുവിൻ്റെ നാമത്തിലായതുകൊണ്ട് പ്രത്യേകം എടുത്തവരോട് പറയുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:18, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9 അധ്യായം 15 തിരുവചനത്തിൽ അനനിയാസിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പൗലോസ് ശ്ലീഹ മാനസാന്തരപ്പെട്ടതിന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം തന്നെ ഈ പ്രവാചകനോട് പറയാണ്.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9:15. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. അതായത് പൗലോസിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, പൗലോസ് വിജാതീയരുടെ മുൻപിൽ, ഇസ്രായേൽ മക്കളുടെ മുൻപിൽ എൻ്റെ നാമം വഹിക്കുന്ന ഒരു മനുഷ്യനായി മാറുമെന്ന്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ. ഇവരൊക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ശിഷ്യന്മാർ പ്രസംഗിച്ചത് യേശുനാമത്തിലായിരുന്നു. അതുപോലെ തന്നെ ശിഷ്യന്മാർ പ്രവർത്തിച്ചത്, അവർ നന്ദി പറഞ്ഞത് നമ്മൾ വായിക്കുകയാണ്. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ജനത്തെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വാക്കാലും പ്രവർത്തിയാലും എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശുക്രിസ്തു വഴി പിതാവിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തു ചെയ്യുമ്പോഴും ദൈവനാമത്തിൽ ചെയ്യണമെന്ന് പൗലോസ് സഭയെ ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ യേശുനാമത്തിന് ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ ചരിത്രപരമായ യേശുനാമ ഭക്തി സഭയിൽ വളരുന്നത്, പ്രിയപ്പെട്ടവരെ, 4-ാം നൂറ്റാണ്ടോടുകൂടെയാണ്. 4-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ മരുഭൂമിയിൽ വസിക്കാൻ തുടങ്ങിയ ആളുകൾ യേശുനാമ പ്രാർത്ഥന, ജീസസ് പ്രെയർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഹെസിക്കാസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് സഭയിലുണ്ടായി. ഹെസിക്കാസം എന്ന് പറയുന്ന മൂവ്മെൻറ്റ്. ഇവർ ഒരു പ്രാർത്ഥനാ രീതി അഭ്യസിക്കാനായിട്ട് തുടങ്ങി. ആ പ്രാർത്ഥനാ രീതി ഇങ്ങനെയായിരുന്നു: ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഗോഡ്, ഹൗ മേഴ്സി ഓൺ മീ എ സിന്നർ. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവപുത്ര, എൻ്റെ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈ ഹെസിക്കാസം എന്ന് പറയുന്ന മൂവ്മെൻറ്റ് 4-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ഒരു ഭക്തിപ്രസ്ഥാനം പ്രൊമോട്ട് ചെയ്തത് മരുഭൂമിയിലൊക്കെ തനിച്ചായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഇങ്ങനെ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഈശോയെ, കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് 1000 പ്രാവശ്യം, 10000 പ്രാവശ്യം ഒരു ദിവസം ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി കൂടുതൽ കൂടുതൽ ദൈവാനുഭവം ഉണ്ടാകുമെന്നും ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടുമെന്നും ആത്മാവ് ദൈവൈക്യത്തിലേക്ക് പ്രവേശിക്കുമെന്നും ഒക്കെ പഠിപ്പിച്ച ഒരു മൂവ്മെൻ്റാണ് ഹെസിക്കാസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്. അത് ഈസ്റ്റേൺ ചർച്ചിലാണ് അത് ആദ്യം ഡെവലപ്പ് ചെയ്തത്. പിന്നെ പാശ്ചാത്യ മേഖലകളിലേക്ക്, യൂറോപ്പിലേക്കൊക്കെ ഈ യേശുനാമ ഭക്തി പ്രചരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനമായി ഈ ഹെസിക്കാസം, ഈ ഹെസിക്കാസ്റ്റിക് മൂവ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നു. 12-ാം നൂറ്റാണ്ടോടുകൂടെയാണ് ഈ യേശുനാമ പ്രാർത്ഥന അല്ലെങ്കിൽ യേശുനാമം വിളിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് യൂറോപ്പിൽ പ്രചാരം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, 1274 ലയോൺസിലെ കൗൺസിലാണ് ഔദ്യോഗികമായി യേശുനാമം വിളിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് അംഗീകാരം കൊടുക്കുന്നത്. 1274 ലയോൺസിലെ കൗൺസിലിൽ വെച്ച്. 12-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിൽ 14-ാം നൂറ്റാണ്ടിലൊക്കെ ഡൊമിനിക്കൻ സന്യാസ സഭാംഗങ്ങളും കാർമലൈറ്റ്സും ഫ്രാൻസിസ്കൻസുമൊക്കെ യേശുനാമത്തെ ഒത്തിരിയേറെ പ്രൊമോട്ട് ചെയ്തു. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് 15-ാം നൂറ്റാണ്ടിൽ സിയന്നയിലെ വിശുദ്ധ ബെർണഡിൻ എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ്കൻ സന്യാസി, അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങളിൽ, തൻ്റെ പഠനങ്ങളിൽ, പഠിപ്പിക്കലുകളിലെല്ലാം അതിയായി ഒത്തിരി യേശുനാമം ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ വാതിലുകളിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ മുൻപിൽ യേശുനാമത്തിൻ്റെ മുദ്ര പതിപ്പിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സഭയിൽ IHS എന്ന ആ മോണോഗ്രാം,
യേശുനാമത്തിൻ്റെ ഗ്രീക്കിൽ എഴുതുമ്പോഴുള്ള ആദ്യത്തെ 3 അക്ഷരങ്ങളായ IHS എന്ന യേശുനാമം ആ മോണോഗ്രാം ഒരു എംബ്ലമായി പതിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. ഇറ്റലിയിൽ വംശീയ കലാപമുണ്ടായ സമയത്ത് ഓരോ കുടുംബത്തിലും സ്ഥാപനങ്ങളിലുമൊക്കെ ആ സമയങ്ങളിൽ പതിപ്പിച്ച് വെച്ചിരുന്നത് അവരുടെ തന്നെ കുടുംബങ്ങളുടെ വംശങ്ങളുടെ എംബ്ലമായിരുന്നു. ആ എംബ്ലമൊക്കെ എടുത്തു മാറ്റി അതിനു പകരം ഈ IHS ഗ്രീക്കിൽ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ യേശു എന്ന് എഴുതുമ്പോഴുള്ള ആദ്യത്തെ 3 അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ലാറ്റിനിൽ ഈശോ മനുഷ്യരക്ഷകൻ എന്ന് ഉള്ള വാക്കിൻ്റെ ഓരോ വാക്കിൻ്റെയും ജീസസ് ഹ്യൂമൻ സേവിയർ എന്ന ആ വാക്കിൻ്റെ ആദ്യത്തെ 3 അക്ഷരങ്ങളായിട്ട് ഇത് പതിപ്പിക്കാൻ തുടങ്ങി. ഈശോ സഭ സ്ഥാപിച്ചപ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഈ 3 അക്ഷരങ്ങൾ തൻ്റെ സഭയുടെ എംബ്ലമായി, തൻ്റെ സീലായിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ തൻ്റെ പേരിൻ്റെ കൂടെ ഈശോയുടെ ത്രേസ്യ എന്ന പേരാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ സ്വീകരിച്ചത്. അങ്ങനെ യേശുനാമം പ്രചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യേശുനാമത്തിന് ഔദ്യോഗികമായിട്ട് 1727 ഇന്നസെൻ്റ് 13 മാർപ്പാപ്പ ജനുവരി മാസത്തെ യേശുനാമത്തിന് പ്രത്യേകമായിട്ട് സമർപ്പിച്ചു. ഹല്ലേലൂയ. 1727 ഓർക്കണം, ഇന്നസെൻ്റ് 13 മാർപ്പാപ്പയാണ് ഈ ജനുവരി മാസത്തെ യേശുനാമത്തിൻ്റെ മാസമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് കർത്താവ് ഇടവരുത്തിയത്. നമുക്കറിയാം, ജനുവരി 1 തീയതി ഈശോ ജനിച്ചതിൻ്റെ 8ാം ദിവസം, പരിച്ഛേദനത്തിൻ്റെ ദിവസം, അത് ഈശോയ്ക്ക് യേശുനാമം നൽകപ്പെട്ട ദിവസമാണ്. അതിനുശേഷം 2-ാം തീയതി ചില പാരമ്പര്യങ്ങളിൽ 2-ാം തീയതി യേശുനാമത്തിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിരുന്നു. അല്ലെങ്കിൽ 2 മുതൽ 5 2-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയിൽ വരുന്ന ഞായറാഴ്ച യേശുനാമത്തിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ അതിനുശേഷം 2-ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ കൗൺസില് ലിറ്റർജി നവീകരിച്ച സമയത്ത് ഈ തിരുനാൾ സഭയിൽ നിന്ന് എടുത്തു മാറ്റി. കാരണം ഈ 8 ദിവസങ്ങളും, ക്രിസ്തുമസിന് ശേഷമുള്ള 8 ദിവസങ്ങളും നമ്മൾ യേശുനാമത്തെ ആണല്ലോ ആരാധിക്കുന്നത്, യേശുനാമത്തിൻ്റെ ഭക്തിയാണല്ലോ പ്രചരിപ്പിക്കുന്നത് എന്നൊരു ചിന്ത കൊണ്ട് 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം തിരുനാൾ എടുത്തു മാറ്റി. എങ്കിലും 2002 ജോൺ പോൾ 2 മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ ജനുവരി 3-ാം തീയതി യേശുനാമത്തിൻ്റെ തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയും നമ്മൾ ആ തിരുനാൾ 2002 മുതൽ ജനുവരി 3-ാം തീയതി ഈ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശുനാമത്തിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും പഠിപ്പിച്ചതുമൊക്കെ യേശുനാമത്തിലായിരുന്നു. ഈ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഒന്ന് പറഞ്ഞ് പഠിക്കാം. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വചനഭാഗത്ത് നിന്ന്. ഒന്ന്, ഈശോയേന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതൊരു ഏറ്റുപറയലാണ്. കേവലം കർത്താവിൻ്റെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ നിലവിളിച്ചപേക്ഷിക്കുന്നതല്ല. കർത്താവ് നമ്മെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ ശബ്ദത്തിൽ വിളിച്ചാലും അവിടുന്ന് കേൾക്കുന്നുണ്ട്. ഒരു ശബ്ദമില്ലാതെ വിളിച്ചാലും കർത്താവ് നമ്മെ കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉച്ചത്തിൽ യേശുനാമം വിളിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? അത് പ്രിയപ്പെട്ടവരെ, അതൊരു ഏറ്റുപറയലാണ്. അവനെൻ്റെ കർത്താവാണ്, അവനെൻ്റെ രക്ഷകനാണ്. നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും അതുമൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന്
റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഏറ്റുപറയലാണ്. ഇങ്ങനെ ഏറ്റുപറയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? അതാണ് ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം. അങ്ങനെ ഏറ്റുപറയുമ്പോൾ അത് ദൈവത്തിനുള്ള സ്തുതിയുടെ ബലിയായിട്ട് മാറുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈശോയേന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു ഏറ്റുപറയലാണ്. അതോടൊപ്പം പിതാവായ ദൈവത്തിനുള്ള ഒരു സ്തുതിയുടെ ബലിയാണ്. ഹല്ലേലൂയ. പോൾ സള്ളിവൻ എന്ന് പറയുന്ന ഡൊമിനിക്കൻ വൈദികൻ യേശുനാമത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ യേശുനാമം വിളിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഈശോയെന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നതെന്ന്. ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും നമ്മൾ പിതാവിൻ്റെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് ഒരർച്ചനയായിട്ട് നൽകുകയാണ്. അച്ഛൻ ആവർത്തിക്കട്ടെ, നമ്മൾ ഒരു പ്രാവശ്യം ഈശോയെന്ന് വിളിക്കുമ്പോൾ അത് പിതാവായ ദൈവത്തിന് നമ്മൾ ഈ പുത്രനായ ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും, നമുക്കറിയാം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന അമൂല്യമായ നിധിയാണ് ഈശോയുടെ മനുഷ്യത്വം എന്ന് പറയുന്നത്. അവിടുത്തെ മനുഷ്യാവതാരം, അവിടുത്തെ പരസ്യജീവിതം, അവിടുത്തെ പീഡാസഹനം, അവിടുത്തെ കുരിശുമരണം, അവിടുത്തെ പുനരുദ്ധാനം, അവിടുത്തെ സ്വർഗാരോഹണം, ഇത് മുഴുവനും ഒരു പ്രാവശ്യം ഈശോയെന്ന് വിളിക്കുമ്പോൾ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുകയാണ്. പിതാവായ ദൈവത്തിന് ഇതിലും വലിയൊരു അർച്ചന, ഇതിലും പ്രീതികരമായൊരു ആരാധന ലഭിക്കാനില്ല. കാരണം ഈശോയെന്ന് വിളിക്കുമ്പോൾ നമ്മൾ അവിടത്തേക്ക് സമർപ്പിക്കുന്നത് പുത്രനായ ക്രിസ്തുവിനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുപോലെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 435 നമ്മളിങ്ങനെ വായിക്കുന്നു. മതബോധന ഗ്രന്ഥം 435, യേശുനാമം ക്രൈസ്തവ പ്രാർത്ഥനയുടെ ഹൃദയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ യേശുനാമത്തെ എത്രമാത്രം ആദരിക്കുന്നുണ്ടെന്ന് ഈ ഭാഗത്ത് നിന്ന് CCC 435 നിന്ന് വ്യക്തമാണ്. ദ നെയിം ഓഫ് ജീസസ് ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ക്രിസ്ത്യൻ പ്രെയർ. യേശുനാമം ക്രൈസ്തവ പ്രാർത്ഥനയുടെ ഹൃദയഭാഗത്താണ്. അതുപോലെ നിരന്തരമായ പ്രാർത്ഥനയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഭാഗത്ത്, അതായത് 2668 CCC 2668 എഴുതിയിരിക്കുകയാണ്, ദി ഇൻവൊക്കേഷൻ ഓഫ് ദ ഹോളി നെയിം ഓഫ് ജീസസ് ഈസ് ദ സിംപ്ലസ്റ്റ് വേ ഓഫ് പ്രേയിങ് ഓൾവേസ്. നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് യേശുനാമം. അപ്പോൾ സഭ പ്രൊമോട്ട് ചെയ്യുകയാണ്, നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന വചനഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സഭ പറയുകയാണ്, നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള മാർഗമാണ് യേശുനാമമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം നമ്മൾ ഈശോയേ എന്ന് വിളിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികൾ, ഏകദേശം 5 ലക്ഷത്തോളം ദിവ്യബലികളാണ് ഒരു ദിവസം അർപ്പിക്കപ്പെടുന്നത്. ഈ 5 ലക്ഷത്തോളം ദിവ്യബലികളിൽ നമ്മൾ പങ്കുകാരാവുകയാണ് എന്നാണ് പോൾ സള്ളിവൻ എന്ന വൈദികൻ യേശുനാമത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഒന്നാമതായിട്ട് എഴുതിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുകയാണ്, 300 ദിവസത്തെ ദണ്ഡവിമോചനം ഒരു പ്രാവശ്യം യേശുനാമം വിളിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ലഭിക്കുന്ന ഈ പാപമോചനം നമുക്ക് വേണ്ടി മാത്രം വയ്ക്കാതെ നമുക്കത് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈശോയെന്ന് വിളിക്കുന്നതിൻ്റെ ഫലമായി ലഭിക്കുന്ന അനേകം ദണ്ഡവിമോചനങ്ങൾ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കാനും അങ്ങനെ അവർക്ക് സ്വർഗരാജ്യ പ്രവേശനത്തിന് അത് കാരണമായി തീരാനും ഇടവരും. മൂന്നാമതായിട്ട് ഈ വൈദികൻ പറയുകയാണ്, യേശുനാമം വിളിക്കുന്നത് പൂർണ്ണമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്.
കാരണം ഈശോയുടെ പൂർണ്ണമായ സ്നേഹത്തെയാണ് നമ്മൾ പിതാവിന് സമർപ്പിക്കുന്നത്. ഈശോയുടെ ഹൃദയത്തെ തന്നെ എടുത്ത് നമ്മൾ പിതാവിന് സമർപ്പിക്കുന്ന പ്രവൃത്തിയാണ് യേശുനാമ ജപം എന്നത്. നാലാമതായി, യേശുനാമം വിളിക്കുന്നത് വഴി നിരവധിയായ തിന്മകളിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മെ ഉപദ്രവിക്കാൻ നോക്കുന്ന പിശാചിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കുന്നു. എത്രമാത്രം കെണികളാണ് പിശാച് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അലറുന്ന സിംഹത്തെപ്പോലെ അവൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോയേന്ന് വിളിക്കുക. നിരന്തരം അധരത്തിൽ യേശുനാമം ഉണ്ടാകണം. അഞ്ചാമതായി നമ്മൾ വായിക്കുകയാണ്, യേശുനാമം വഴി നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും ആനന്ദവും നിറയുന്നു. ഈശോയേന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും ആനന്ദവും നിറയുന്നു. ആറാമതായി, യേശുനാമം വഴി നമ്മുടെ സഹനങ്ങൾ ലഘുവും വഹിക്കാൻ പറ്റുന്നതുമായി തീരുന്നു. അങ്ങനെ യേശുനാമം വിളിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്ന, വചനം നമ്മെ പഠിപ്പിക്കുന്ന, ഈശോ നമ്മെ പഠിപ്പിക്കുന്ന, അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഈ വലിയ നിധി, യേശുനാമം എന്ന വലിയ നിധി നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അച്ഛൻ്റെ ആശ്രമത്തിൽ എല്ലാ ദിവസവും 1000 പ്രാവശ്യം യേശുനാമം ജപം നടത്തുന്ന ഒരു ശുശ്രൂഷയുണ്ട്. എല്ലാ ദിവസവും 8:30 മുതൽ 9 മണി വരെയുള്ള ഒരു പ്രാർത്ഥനയാണത്. അങ്ങനെ യേശുനാമം വിളിക്കുന്നത് വഴി അച്ഛൻ കണ്ടിട്ടുണ്ട് ഒത്തിരിയേറെ രോഗികൾ സൗഖ്യപ്പെടുന്നത്, ഒത്തിരിയേറെ ബന്ധനങ്ങൾ അഴിയുന്നത്, ജോലി തടസ്സങ്ങൾ മാറുന്നത്, വിവാഹ തടസ്സങ്ങൾ മാറുന്നത്, സന്താന സൗഭാഗ്യം ലഭിക്കുന്നത്, സാമ്പത്തിക മേഖലകളിലുള്ള കെട്ടുകൾ പൊട്ടുന്നത്, കുടുംബത്തിൽ നഷ്ടപ്പെട്ട സമാധാനം തിരികെ ലഭിക്കുന്നത്, പലതരത്തിലുള്ള അഡിക്ഷൻസിൽ നിന്ന്, മൊബൈൽ ഫോണിൻ്റെയും ടി വിയുടെ ഒക്കെ അഡിക്ഷൻസിൽ നിന്ന് കുഞ്ഞുമക്കൾക്ക് മോചനം ലഭിക്കുന്നത്, പഠന വൈകല്യമുള്ള മക്കൾക്ക് പഠിക്കാൻ, ഏകാഗ്രതയോടുകൂടി പഠിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്, അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും വളർത്തുകയും ഉയർത്തുകയും വിജയം നൽകുകയും സമൃദ്ധി നൽകുകയും ഐശ്വര്യം നൽകുകയും പാപങ്ങളിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന്, പാപബന്ധങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യുന്നൊരു നാമമാണ് യേശുനാമം. പ്രിയപ്പെട്ടവരെ, യേശുനാമം നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് അച്ഛനെ കാണാൻ വരുന്ന എല്ലാവരോടും അച്ഛൻ പറയുന്നൊരു കാര്യമാണിത്. എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ജപമാലയുടെ കൂടെ ഓരോ രഹസ്യവും ചെല്ലുന്നതിൻ്റെ കൂടെ 21 പ്രാവശ്യം ഈശോയെന്ന് വിളിക്കുകയാണെങ്കിൽ 5 രഹസ്യങ്ങൾ കഴിയുമ്പോഴേക്കും 105 പ്രാവശ്യം ഈശോയെന്ന് വിളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. തുടർന്ന് വരുന്ന ആരാധനയിൽ നമ്മൾ യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവർ, യേശുനാമം വിളിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും വിളിക്കുമ്പോൾ ഹൃദയത്തിൽ ഓർക്കണം, യേശുനാമം വിളിക്കുമ്പോൾ ഞാൻ ഈശോയുടെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാനൊരു സ്തുതിയുടെ ബലി, ഞാനൊരു ആരാധനയുടെ ബലി, അധരഫലങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ബലിയർപ്പണമാണ് നടത്തുന്നതെന്ന് ഹൃദയത്തിൽ ഓർമ്മയും ബോധ്യം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുനാമം ഈശ്വരനാമം, യേശു യേശു യേശുനാമം പാവനനാമം, യേശു യേശു യേശുനാമം ഈശ്വരനാമം, യേശു യേശു യേശുനാമം പാവനനാമം. ജയ് യേശു, ജയ് 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 ക്രിസ്തു, ജയ് യേശു, ജയ് 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 ക്രിസ്തു, ജയ് യേശു, ജയ് 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 ക്രിസ്തു, ജയ് യേശു, ജയ് 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 ക്രിസ്തു.
ക്രിസ്തു നാമമേ നവജീവമാർഗമേ, യേശു ക്രിസ്തു നാമമേ നവജീവമാർഗമേ. യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയേ, 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 ഈശോയേ. യേശു ക്രിസ്തു നാമമേ ശാന്തിയേകും നാമമേ, യേശു ക്രിസ്തു നാമമേ ശാന്തിയേകും നാമമേ, യേശു ക്രിസ്തു നാമമേ ശക്തിയേകും നാമമേ, യേശു ക്രിസ്തു നാമമേ ശക്തിയേകും നാമമേ. യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു. സൗഖ്യം നൽകുന്ന നാമം ഉറക്കെ വിളിക്കാം ഈശോയേ, ഈശോയേ, സമാധാനം നൽകുന്ന നാമം വിളിക്കാം ഈശോയേ, വിജയം നൽകുന്ന നാമം വിളിക്കാം ഈശോയേ, ജീവൻ നൽകുന്ന നാമം വിളിക്കാം ഈശോയേ. യേശു ക്രിസ്തു നാമമേ സൗഖ്യമേകും നാമമേ, യേശു ക്രിസ്തു നാമമേ സൗഖ്യമേകും നാമമേ, യേശു ക്രിസ്തു നാമമേ മുക്തിയേകും നാമമേ, യേശു ക്രിസ്തു നാമമേ മുക്തിയേകും നാമമേ. ഉയർത്തി വീശിക്കൊണ്ട് യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു 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 നാമം ഈശ്വരനാമം, യേശു 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 നാമം പാവനനാമം. എല്ലാവരും ഒരുമിച്ച് പാടാം. യേശു 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 നാമം ഈശ്വരനാമം, യേശു 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 നാമം പാവനനാമം. ജയ യേശു ജയ 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 ക്രിസ്തു, കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പാടാം. ജയ യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു, ജയ യേശു ജയ 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 ക്രിസ്തു. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്നവനായ, ഞങ്ങൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നവനായ, ഞങ്ങൾ വിളിക്കുമ്പോൾ വിളി കേട്ട് ഞങ്ങളെ രക്ഷിക്കുന്നവനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയേ, അങ്ങയുടെ തിരുനാമം രക്ഷിക്കുന്ന നാമമാണല്ലോ. ഓരോ പ്രാവശ്യവും അങ്ങയുടെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങയുടെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഞങ്ങൾ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഒരു ബലിവസ്തുവായി സമർപ്പിക്കുകയാണല്ലോ. അങ്ങയെ സമർപ്പിക്കുക എന്നതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഞങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത്? ഈശോയെ, അങ്ങയെ ലഭിക്കുക, അങ്ങയെ ഒരു ബലിവസ്തുവായി ലഭിക്കുക എന്നതിനേക്കാൾ പിതാവിന് മറ്റെന്താണ് കൂടുതലായി ആനന്ദമായിട്ടുള്ളത്, പ്രീതികരമായത്? ഈശോയെ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ
അങ്ങ് ഞങ്ങൾക്ക് കൃപ തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്കൊരു കോടി നന്ദി പറയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ അങ്ങയുമായൊരു ഹൃദയബന്ധം, ഒരു സ്നേഹത്തിൻ്റെ ഐക്യം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എന്നാണല്ലോ അങ്ങയുടെ മക്കളായ ഞങ്ങൾ അറിയപ്പെടുന്നത്. ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എന്നാണല്ലോ. അങ്ങയുടെ നാമം ഞങ്ങളുടെ അധരങ്ങളിൽ തേൻ പോലെ മധുരമുള്ളതാണല്ലോ. അത് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നുണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ നാമം ഹൃദയത്തിൽ എഴുതി വയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ലജ്ജിതരാവുകയില്ല എന്ന് ഞങ്ങൾക്കുറപ്പ് അങ്ങ് തന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അങ്ങ് സമൃദ്ധി വർഷിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് സ്വർഗീയമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ചിന്തകളെയും ധാരണകളെയും ഒക്കെ അതിലംഘിക്കുന്ന ഒരു സമാധാനം അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തിൻ്റെ യോഗ്യതയാൽ എപ്പോഴും പ്രദാനം ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് ഈ ആരാധനയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിലായിരിക്കാം, ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരിക്കാം, ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ഈ ആരാധനയിൽ പങ്കെടുക്കാവുന്നതാണ്. നമുക്ക് ഹൃദയം തുറന്ന് വിളിക്കാം. ഈശോയേ, 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 ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയേ, പിതാവിൻ്റെ മഹത്വമായ ഈശോയേ, നിത്യവെളിച്ചത്തിൻ്റെ തെളിച്ചമായ ഈശോയേ, മഹത്വത്തിൻ്റെ രാജാവായ ഈശോയേ, നീതിയുടെ സൂര്യനായ ഈശോയേ, കന്യാമറിയത്തിൻ്റെ മകനായ ഈശോയേ, സർവശക്തനായ ദൈവമായ ഈശോയേ, ഏറ്റവും അധികാരമുള്ളവനായ ഈശോയേ, ക്ഷമാശീലനായ ഈശോയേ, ഏറ്റവും അനുസരണയുള്ളവനായ ഈശോയേ, വിനീതനും ശാന്തഹൃദയനുമായ ഈശോയേ, വിശുദ്ധിയുടെ സ്നേഹിതനായ ഈശോയേ, ഞങ്ങളുടെ സ്നേഹിതനായ ഈശോയേ, സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയേ, ജീവന്റെ അധികാരിയായ ഈശോയേ, പുണ്യങ്ങളുടെ മാതൃകയായ ഈശോയേ, ആത്മാക്കളുടെ തീഷ്ണതയുള്ള സ്നേഹിതനായ ഈശോയേ, ഞങ്ങളുടെ ദൈവമായ ഈശോയേ, ദരിദ്രരുടെ പിതാവായ ഈശോയേ, വിശ്വാസികളുടെ നിധിയായ ഈശോയേ, നല്ല ഇടയനായ ഈശോയേ, സത്യപ്രകാശമായ ഈശോയേ, നിത്യജ്ഞാനമായ ഈശോയേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ. എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അങ്ങയുടെ നാമമാണല്ലോ. ഭൂമിയും സ്വർഗവും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ തിരുനാമം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി അഭിഷേകത്തോടെ പാടാം. യേശുവിൻ്റെ നാമം ആരാധ്യമായ നാമം, എൻ്റെ പരമാനന്ദമായ നാമം. യേശുവിൻ്റെ നാമം ആരാധ്യമായ നാമം, എൻ്റെ പരമാനന്ദമായ നാമം. എല്ലാവരും ഒരുമിച്ച് പാടാം. യേശുവിൻ്റെ നാമം ആരാധ്യമായ നാമം, എൻ്റെ പരമാനന്ദമായ നാമം.
കരമുയർത്തി കരമടിച്ചു പാടാം. യേശുവിന്റെ നാമം ആരാധ്യമായ നാമം, എന്റെ പരമാനന്ദമായ നാമം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കാന്നു, പൂർണ്ണാത്മാവോടെ വിളിക്കുന്നു, പൂർണ്ണ ശക്തിയോടെ വിളിക്കുന്നു, സർവം സമർപ്പിച്ച് വിളിക്കുന്നു, എല്ലാം വിട്ടുകൊടുത്ത് വിളിക്കുന്നു, ഭാരങ്ങൾ വഹിക്കുന്നവന്റെ നാമം വിളിക്കുന്നു, നമ്മെ കുറിച്ച് ശ്രദ്ധയുള്ളവനായവന്റെ നാമം വിളിക്കുന്നു, നമ്മെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവന്റെ നാമം വിളിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവന്റെ നാമം വിളിക്കുന്നു, നമ്മുടെ കാവൽക്കാരനായി പിറകിലും വഴികാട്ടിയായി മുൻപിലും അനുഗ്രഹിക്കുന്നവനായി മുകളിലും നിൽക്കുന്ന കർത്താവിന്റെ നാമം വിളിക്കുന്നു. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു എന്ന ബോധ്യത്തോടെ, യേശുയുടെ നാമം വിശുദ്ധീകരണത്തിന്റെ നാമമാണെന്ന ബോധ്യത്തോടെ കരമടിച്ച ഇരുവശങ്ങളുടെയും കരമടിച്ചു. സ്വർഗം നിറഞ്ഞു നിൽക്കും യേശുനാമം, ഭൂമി നിറഞ്ഞു നിൽക്കും യേശുനാമം. സ്വർഗം നിറഞ്ഞു നിൽക്കും യേശുനാമം, ഭൂമി നിറഞ്ഞു നിൽക്കും യേശുനാമം. യേശുവിന്റെ നാമം ആരാധ്യമായ നാമം, എന്റെ പരമാനന്ദമായ നാമം. കരമുയർത്തി കരമടിച്ച് പാടാം. യേശുവിന്റെ നാമം ആരാധ്യമായ നാമം, എന്റെ പരമാനന്ദമായ നാമം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ശക്തനും ധീരനുമായിരിക്കുക എന്ന് എന്നോട് അരുളി ചെയ്യുന്ന ഈശോയേ, നീ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട എന്നരുളി ചെയ്യുന്ന ഈശോയേ, നീ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്യുന്ന ഈശോയേ, അനന്ത നന്മയായ ഈശോയേ, ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമായ ഈശോയേ, ഞങ്ങളുടെ അധ്യാപകനായ ഈശോയേ, രക്തസാക്ഷികളുടെ ശക്തിയായ ഈശോയേ, കന്യകമാരുടെ വിശുദ്ധിയായ ഈശോയേ, സകല വിശുദ്ധരുടെയും മകുടമായ ഈശോയേ, കരമടിച്ചോ. പെരുവെള്ളത്തിൽ പാതയൊരുക്കും യേശുനാമം, മരുഭൂമിയിലും സമൃദ്ധി നൽകും യേശുനാമം. പെരുവെള്ളത്തിൽ പാതയൊരുക്കും യേശുനാമം, മരുഭൂമിയിലും സമൃദ്ധി നൽകും യേശുനാമം. യേശുവിന്റെ നാമം ആരാധ്യമായ നാമം, എന്റെ പരമാനന്ദമായ നാമം. കരമുയർത്തി കരമടിച്ച് യേശുവിന്റെ നാമം ആരാധ്യമായ നാമം, എന്റെ പരമാനന്ദമായ നാമം. എന്റെ സ്നേഹരാജനേ, എന്റെ സ്നേഹത്തിന്റെ സ്നേഹമേ, എന്റെ ജീവന്റെ ജീവനേ, എന്റെ ശ്വാസത്തിന്റെ ശ്വാസമേ, എന്റെ ഹൃദയത്തിന്റെ താളമേ, ഈശോയേ, എന്റെ
ആത്മാവിന്റെ സംഗീതമേ ഈശോയേ. ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളും ഉയർത്തി പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു ഈശോയേ. പൂർണ്ണ ശക്തിയോടെ വിളിക്കാം, പൂർണ്ണാത്മാവോടെ വിളിക്കാം, എല്ലാം വിട്ടുകൊടുത്ത് വിളിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ രാജാവായി വാഴുന്നവന്റെ നാമം വിളിക്കാം. ജ്ഞാനത്തിന്റെ ഉറവിടമായവന്റെ നാമം വിളിക്കുന്നു. അറിവിന്റെ ഉറവിടമായവനെ വിളിക്കുന്നു. വിജയം നൽകുന്നവനെ വിളിക്കുന്നു. ശക്തി നൽകുന്ന നാമം വിളിക്കുന്നു. സമാധാനം നൽകുന്ന നാമം വിളിക്കുന്നു. പൈശാചിക പീഡകളെ നമ്മളിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന നാമം വിളിക്കുന്നു. മരണത്തിന്റെ മേൽ നമുക്ക് വിജയം നേടിത്തന്ന നാമം വിളിക്കുന്നു. പാപത്തിന്റെ മേൽ നമുക്ക് വിജയം നൽകുന്ന നാമം വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി യേശുനാമം പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന നാമമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22:16 കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുവൻ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഈശോയേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് 300 ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കുന്നു എന്ന് സഭ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ലഭിക്കുന്ന പാപമോചനം നമുക്ക് വേണ്ടി മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കൂടെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ലോകമെമ്പാടും നടക്കുന്ന വചന ശുശ്രൂഷകളുടെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മനസ്സ് തകർന്നിരിക്കുന്നവർ, പലതരത്തിലുള്ള രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവർ, മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവർ, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കഴിയേണ്ടി വരുന്നവർ, എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഓരോരുത്തരും അവരുടെ ആത്മീകവും ഭൗതികവുമായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. 7 നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥനയിലുണ്ട്. സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കാഴ്ചക്കുറവുള്ള കേൾവിക്കുറവുള്ള കുഞ്ഞുങ്ങൾ, ക്യാൻസർ ബാധിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവിധ തരത്തിലുള്ള ഓപ്പറേഷനുകൾക്ക് വേണ്ടി വിധേയരാകുന്ന കുഞ്ഞുങ്ങൾ, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ, സ്പീച്ച് ഡിലേയുള്ള കുഞ്ഞുങ്ങൾ, ഗ്രോത്ത് ഡിലേയുള്ള കുഞ്ഞുങ്ങൾ, എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെ സമർപ്പിക്കുന്നു. പരീക്ഷകൾ എഴുതുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, എഴുതിയ പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, പഠന വൈകല്യമുള്ള മക്കൾ, എത്ര പഠിച്ചിട്ടും മനസ്സിലിരിക്കാത്തവർ, ഓർമ്മ നിൽക്കാത്തവർ, ഏകാഗ്രത ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ, മൊബൈൽ ഫോണിൻ്റെയും ടി വിയുടെയും ഒക്കെ അഡിക്ഷനുള്ള മക്കൾ, യേശുനാമത്തിൻ്റെ യോഗ്യത ഇന്ന് കുഞ്ഞെ നിന്നെ സുഖപ്പെടുത്തും. കുഞ്ഞെ നിനക്ക് ഒരു പുതിയ അഭിഷേകം, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അഭിഷേകം നിനക്ക് തരും. കർത്താവ് കൃപയൊഴുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൻ്റെ മേഖലകൾ, അതുപോലെ ജോലി അന്വേഷിച്ചിട്ട് ലഭിക്കാത്ത സാഹചര്യങ്ങൾ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ പെട്ടുപോയ മക്കൾ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ, മക്കളുടെ വിവാഹം നടക്കുന്നില്ല, മക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനേകം കുടുംബങ്ങൾ, ദാമ്പത്യ ബന്ധത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, പരസ്പര ധാരണയും ഐക്യവുമില്ലാതെ ഇരിക്കുന്നവർ, വിവാഹമോചനത്തിൻ്റെ കേസുകൾ നടക്കുന്ന സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. കർത്താവ് നിൻ്റെ പ്രതിസന്ധികൾക്ക് നിന്ന് നിനക്ക് മോചനം നൽകും. കുഞ്ഞെ, കർത്താവിൻ്റെ നാമം നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അനുഗ്രഹമാക്കി മാറ്റുന്ന, നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന നാമമാണ് യേശുനാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിൽ പഠിക്കാനും ജോലിക്കുമൊക്കെ ആയിട്ട് പോയിട്ടുള്ളവര്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രിയപ്പെട്ടവര്, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു, ഇനി ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളും സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ യോഗ്യതകളാൽ അങ്ങയുടെ മക്കൾക്ക് മോചനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമം നീ ആയിരിക്കുന്ന ഇടത്തെ വിശുദ്ധീകരിക്കുന്നു. നീ യേശുവേ എന്ന് വിളിച്ച് നിന്റെ കുടുംബത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. നിന്റെ കുടുംബം സ്വർഗത്തോളം ഉയർത്തപ്പെടുന്നു. യേശുനാമത്തിന്റെ ശക്തി നിന്റെ ജോലി സ്ഥലങ്ങളെ, നിന്റെ ബിസിനസ് സ്ഥാപനങ്ങളെ, നിന്റെ കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കുന്നു. വളർത്തു മൃഗങ്ങളുടെ മേൽ, നിന്റെ കൃഷിയിടങ്ങളുടെ മേൽ നീ നടത്തുന്ന എല്ലാ കൃഷികളും അനുഗ്രഹിക്കപ്പെടുന്നു. നിന്റെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുന്നു. നിന്റെ തൊഴിൽ മേഖലകൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ ചിന്തകൾ, നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ യേശുനാമത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. നിന്റെ കാരുണ്യ പ്രവൃത്തികൾ, നിന്റെ സുവിശേഷ പ്രവൃത്തികൾ, നിന്റെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള തീഷ്ണത കർത്താവ് വർദ്ധിപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും യേശുനാമത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും നടന്നുകൊണ്ടിരിക്കുന്ന വചന ശുശ്രൂഷകളെ, പ്രാർത്ഥനാ ശുശ്രൂഷകളെ, ദൈവരാജ്യ ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. വൈദികരുടെ സമൂഹത്തോട് ചേർന്ന് ആരാധിക്കുന്നു. സന്യസ്തരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്ത് ഇന്ന് എല്ലായിടത്തും അർപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം, യേശുനാമം, നാമം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരമടിച്ച് യേശുനാമം, നാമം, നാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം, നാമം, നാമം, യേശുനാമം. ഹല്ലേലൂയ, 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 എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് യേശുനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെ മേൽ വിജയം നേടിയ നാമമാണ് യേശുനാമം. ഈ ലോകത്തിന്റെ മേൽ വിജയം നേടിയ നാമമാണ് യേശുനാമം. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം, മാനവരക്ഷയ്ക്കായി സ്വർഗം നൽകിയ ഏകനാമം. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം, മാനവരക്ഷയ്ക്കായി സ്വർഗം നൽകിയ ഏകനാമം, യേശുനാമം.
യേശുനാമം നാമം നാമം യേശുനാമം നാമം നാമം യേശുനാമം യേശുനാമം നാമം നാമം യേശുനാമം നാമം നാമം യേശുനാമം നാമം നാമം യേശുനാമം. നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി, സാധിക്കുന്ന എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി, കരങ്ങൾ ഉയർത്തി, ഹൃദയം തുറന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഓരോരുത്തരും എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം അഭിഷേകത്തോടെ കരങ്ങൾ കൈമുട്ടുകൾ മടങ്ങാത്ത വിധത്തിൽ ശിരസ്സിന് മുകളിൽ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും സ്വീകരിക്കാം. കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുമെന്ന്. ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല ജനതകൾക്കും വേണ്ടി, ഈ ഭൂമിക്ക് മുഴുവനും വേണ്ടി, വിശ്വപ്രപഞ്ചത്തിന് വേണ്ടി നമുക്ക് ഉച്ചത്തിൽ യേശുനാമം വിളിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവരൊക്കെ ശിരസ് തറയിൽ മുട്ടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സകല ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.